തമിഴ് സിനിമാ ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച രവി മോഹന്റെയും അതുപോലെ ഭാര്യ ആരതിയുടെയും കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളാണ്. ഗായിക കെനീഷയും രവി മോഹനും ഒരു പൊതുചടങ്ങിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളും വളരെയധികം ശക്തമായി തന്നെ തുടരുകയാണ്. തുടർന്ന് രവി മോഹനും ആരതിയും തമ്മിലുള്ള വഴക്കുകളും കൂടി വന്നു. ആദ്യം മൗനം പാലിച്ച ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തി രംഗത്ത് വരികയായിരുന്നു. മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഘട്ടത്തിലൂടെയാണ് രവി മോഹന്റെ കരിയർ ഇപ്പോൾ കൂടുതലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ശരിക്കും ഒരു വീട്ടുജോലിക്കാരന്റെ പരിഗണന പോലും ഭാര്യ വീട്ടുകാർ നൽകുന്നില്ല എന്നാണ് രവി മോഹൻ വെളിപ്പെടുത്തുന്നത്. അതിന് മറുപടിയായി ആരതി പറയുന്ന കാര്യം രവി തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുകയാണെന്നാണ്. മക്കളെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന തരത്തിലുമാണ്. ഇരുവരുടെ വിവാഹമോചന കേസ് കോടതിയിലാണ് നിലവിലുള്ളത്. 2009 വിവാഹം കഴിച്ച ദമ്പതികൾ 2024 വേർപിരിയലിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രവി മോഹൻ ഒരു നീണ്ട വൈകാരിക കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ചെയ്യുകയുണ്ടായി. വിവാഹ ജീവിതത്തിൽ തന്നെ ഭാര്യ വീട്ടുകാരും ചേർന്ന് വൈകാരികമായും സാമ്പത്തികമായും വളരെയധികം ചൂഷണം ചെയ്തതായി രവി മോഹൻ ആരോപിച്ചു. ആ പ്രതിസന്ധിയിൽ നിന്ന് തന്നെ രക്ഷിച്ച ലൈഫ് ലൈൻ ആയിട്ടാണ് ഗായിക കെനീഷയെ നടൻ കൂടുതലും വിശേഷിപ്പിച്ചിരുന്നത്. ആരതി ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ചും കെനീഷയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആളുകൾ കൂടുതലും അഭ്യൂഹങ്ങൾ ഉയർത്തുന്നത് തനിക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്നതായി രവി മോഹൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവർ തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഏറെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. അതേസമയം തന്നെ നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ അത് ശരിക്കും ജനങ്ങളുടെ കോടതിയിൽ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. തന്നോട് യാതൊരു അനുകമ്പയോ സ്നേഹമോ പ്രകടിപ്പിക്കാതെ തൻ്റെ സ്വകാര്യ ജീവിതം വെറും ഒരു ഗോസിപ്പായി മാറുന്നത് ശരിക്കും വേദനാജനകമായ കാര്യവുമാണ്. എൻ്റെ നിശബ്ദത ശരിക്കും ഒരു ബലഹീനതയല്ല, നേരെ മറിച്ച് അത് യഥാർത്ഥത്തിൽ ഒരു അതിജീവനമായിരുന്നു. ഞാൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് അറിയാത്തവർ എൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കേണ്ടി വരികയാണ് ശരിക്കും ചെയ്യുന്നത്. ഇഷ്ടിക ഓരോന്നായി അടുക്കി വെക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഞാൻ കരിയർ വളർത്തിയെടുത്തു കൊണ്ടുവന്നത്. പക്ഷേ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും വില കുറഞ്ഞ സഹതാപത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചിലർ എനിക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ വർഷങ്ങളോളം സാമ്പത്തികവും വൈകാരികവുമായി കടുത്ത ചൂഷണം ഞാൻ നേരിടുകയും ചെയ്തു. മാതാപിതാക്കളെ കാണുന്നതിൽ നിന്ന് പോലും എനിക്ക് വിലക്കുണ്ടായിരുന്നു. എൻ്റെ ദാമ്പത്യം സുന്ദരമാകാനും അതുപോലെ സംരക്ഷിക്കാനും എല്ലാം ആത്മാർത്ഥമായ ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. അത് ശരിക്കും പരാജയപ്പെടുകയായിരുന്നു. ഒരിക്കലും ഒത്തുപോകാൻ കഴിയാത്തൊരു ജീവിതത്തിൽ നിന്ന് പതിയെ ഇറങ്ങിപ്പോകാനുള്ള ശക്തി ഒടുവിൽ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആ തീരുമാനം ഒട്ടും നിസ്സാരമായി എടുത്തതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വിവാഹമോചനത്തിന് എന്തുകൊണ്ട് അപേക്ഷിച്ചു എന്നതും എല്ലാവരും അറിയേണ്ട കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെട്ടിച്ചമച്ച അവകാശവാദങ്ങളെല്ലാം ഞാൻ തള്ളിക്കളയുകയാണ്. ശരിക്കും ഞാൻ എല്ലായ്പ്പോഴും നിലകൊള്ളുന്നത് പോലെ അന്തസ്സോടെയും ആത്മാർത്ഥതയോടെയും എൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. സഹതാപത്തിനായി മക്കളെ ഉപയോഗിക്കുന്നതിലുള്ള നിരാശയും രവി മോഹൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വെളിപ്പെടുത്തുകയുണ്ടായി. തനിക്ക് അവരെ കാണാൻ പോലും അനുവാദമില്ലെന്ന് രവി മോഹൻ കുറിപ്പിൽ തുറന്നു പറഞ്ഞു. ഞങ്ങളുടെ വേർപിരിയലിന് ശേഷം കുട്ടികളെ കാണുന്നതിൽ നിന്നും എന്നെ വിലക്കുകയായിരുന്നു. സാമ്പത്തിക നേട്ടത്തിനും ആളുകളുടെ സഹതാപത്തിനും വേണ്ടിയുള്ള ഉപകരണങ്ങളായി എൻ്റെ കുട്ടികളെ ശരിക്കും ഉപയോഗിക്കുന്നത് കാണുന്നതാണ് ഏറ്റവും വേദന നിറഞ്ഞത്. എൻ്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും കാണാതിരിക്കാനും അവരുടെ അടുത്തേക്ക് വരാതിരിക്കാനും ബൗൺസർമാരെ വരെ ഏർപ്പെടുത്തിയിരുന്നു. ഒരു പിതാവ് എന്ന നിലയിലുള്ള പങ്കിനെ ചോദ്യം ചെയ്യുകയാണ് ശരിക്കും ആരതി ചെയ്യുന്നത്. എൻ്റെ അഭിമാനമായ മക്കളെയല്ല, മറിച്ച് ആരതിയെ ഉപേക്ഷിക്കുക എന്നതായിരുന്നു എൻ്റെ തീരുമാനമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു.